Hi everyone, it's me, your dietitian Jeffriya. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമോഷണൽ ഈറ്റിംഗ് അഥവാ സ്ട്രെസ് ഈറ്റിങ്ങിനെ കുറിച്ചാണ്. ഈ ഇമോഷണൽ ഈറ്റിംഗിൽ കൂടെ കടന്നു പോകാത്തവരായിട്ടുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. ആക്ച്വലി ഈ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈവൻ എന്തെങ്കിലും സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇങ്ങനെ വിഷമങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെ ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഫുഡാണ് നമ്മൾ പലപ്പോഴും സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ചില സിറ്റുവേഷനൊക്കെ വന്നു കഴിയുമ്പം പെട്ടെന്നൊരു ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ പോയി കുറേ ചോക്ലേറ്റ് കഴിക്കും, അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത്, പ്രത്യേകിച്ച് ജങ്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് വരാനായിട്ട് പറ്റും. ആക്ച്വലി ഇത് വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ആകാൻ, പ്രത്യേകിച്ച് ഒബീസിറ്റിയിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഓവറായിട്ട് ഇങ്ങനെ ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാരണം നമുക്ക് ഈവൻ ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ഇഷ്യൂസസ് ഒക്കെ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഈ സ്ട്രെസ് ഈറ്റിങ്ങിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. അതായത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ഫുഡല്ല അതിനൊരു എന്താ പറയുന്നത്, അതിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ട ഒരു സൊല്യൂഷൻ. അതിന് പകരമായിട്ട് ഈവൻ നമുക്ക് യോഗ ചെയ്യാം. പ്രത്യേകിച്ച് മെഡിറ്റേഷൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു സിമ്പിൾ ഒരു വോക്കിന് പോകാം. ഈവൻ നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻ നമുക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നതിലൂടെ ഈ സ്ട്രെസ് നമുക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്ക് ഇത് ഒരു അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൈക്കോളജിസ്റ്റിന് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. താങ്ക്